പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് അല്ലേ. ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ പേരാണ് ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ്, വിഭേദാനുപാത നിയമം എന്ന് പറഞ്ഞൊരു നിയമം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പഠിച്ച തിയറിയെ പോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അതേ തിയറിയെ പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളതും വേണമെങ്കിൽ പരീക്ഷകൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യവും കഴിഞ്ഞ വർഷത്തെ മാർച്ച് മാസത്തെ പരീക്ഷയിലും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നടന്ന നമ്മളുടെ പരീക്ഷയിലും തുടർച്ചയായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം, ആ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് റിട്ടേൺ ടു സ്കെയിൽ? റിട്ടേൺ ടു സ്കെയിൽ ഈസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ എന്താണ്? വാട്ട് ഈസ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ മീൻസ് ക്രിയേഷൻ ഓഫ് ന്യൂ തിങ്സ്. പുതിയതായി ഒരു വസ്തുക്കൾ പുതിയതായി കൺവേർട്ട് ചെയ്യുന്നതിനെ, പുതുതായി ഉണ്ടാക്കുന്നതിനെ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നു. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദി ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഘടനാപരമായ ഒരു റിലേഷനെയാണ്, ബന്ധത്തെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഏതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്? അതായത് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന ഈ തിയറി ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഇത് ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉദാഹരണമാണ്? ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉദാഹരണമാണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഉദാഹരണമാണ്. സോ റിട്ടേൺ ടു സ്കെയിൽ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലോങ് റൺ എന്താണ് ലോങ് റൺ എന്നും എന്താണ് ഷോർട്ട് റൺ എന്നും തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ലോങ് റൺ എന്ന് വെച്ചാൽ ദീർഘകാലം, ഷോർട്ട് റൺ എന്ന് വെച്ചാൽ ഹ്രസ്വകാലം. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഉൽപാദന ഘടകങ്ങൾക്കെല്ലാം മാറ്റം വരുന്ന പീരീഡിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് പറയുക. ഉൽപാദന ഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. വൺസ് അഗൈൻ ഐ ആം ടെല്ലിംഗ് what are the factors of production which are called as factors of production? Land, labor, capital, organization. ഭൂമി, ലാൻഡ്, ലേബർ എന്ന് വെച്ചാൽ തൊഴിൽ, പിന്നെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം, ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ സംഘാടനം. ഇവയ്ക്കും എല്ലാം മാറ്റം വരുന്ന, ഇവയെല്ലാം മാറുന്ന പീരീഡിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് പറയുക. അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉദാഹരണമാണ് റിട്ടേൺ ടു സ്കെയിൽ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റനായി ചോദിച്ചേക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? അതിൽ റിട്ടേൺ ടു സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടിക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഒരു എക്സാമ്പിൾ ആണ്. ഇത് റിട്ടേൺ ടു സ്കെയിൽ. അപ്പോൾ ഇത് പറയുന്നത് എന്താണ് പറയുന്നത്? നിവേശങ്ങളുള്ള മാറ്റം ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാക്കുന്നു. നിവേശങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം. ഇൻപുട്ടിൻ്റെ കറക്റ്റ് മലയാളമാണ് നിവേശങ്ങൾ. ഇൻപുട്ടിലുള്ള മാറ്റം ഔട്ട്പുട്ടിൽ തുല്യമായോ അതിൽ കൂടുതലായോ മാറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞോ മാറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സമമായോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയുന്നത്. സോ this production function, that means return to scale says that if there is a change in input causes a change in output. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം അതുപോലെ തന്നെയുള്ള മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഈ തിയറിക്ക് ഈ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഫംഗ്ഷന് there are 3 stages. 3 ഘട്ടങ്ങളുണ്ട്. 3 ഘട്ടങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 നമ്മൾ വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞ തിയറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഇല്ലേ? നമ്മൾ വേരിയബിൾ പ്രപ്പോർഷൻ പഠിച്ചു. ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിംഗ് റിട്ടേൺസ്, നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഈ തിയറിക്കും, അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉദാഹരണമായ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞ തിയറിക്കും എത്ര ഘട്ടങ്ങളുണ്ട്? 3 ഘട്ടങ്ങളുണ്ട്. ഏതാണ് ആ 3 ഘട്ടങ്ങൾ? ഈ 3 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടം, ഇതിൽ ഈ 3 ഘട്ടങ്ങൾ ഒന്നാമതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ്. റിട്ടേൺസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രൊഡക്റ്റ് എന്നാണ് അർത്ഥം. റിട്ടേൺ എന്ന വാക്കിന്റെ അർത്ഥം പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വേറെ രീതി വിളിക്കാം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേജ് എന്നാണ് ഇൻക്രീസ് റിട്ടേൺസിന്റെ അർത്ഥം. ഔട്ട്പുട്ട് കൂടുന്ന,
ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന, ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്ന ഒരു 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 പ്രത്യേക സ്റ്റേജ് ആണ് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറഞ്ഞ സ്റ്റേജിന്റെ അർത്ഥം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻപുട്ടിൽ വർധനവുണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ കൂടുതൽ വർധനവുണ്ടാകുന്നു. ഇൻപുട്ടിൽ വർധനവുണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ കൂടുതൽ വർധനവുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വിളിക്കുക. For example, increase the return to scale. Once again I am telling, if there is a change in input causes more than change in output. If there is a change in output, change in input causes കാരണമാകുന്നു more than change in output. ഔട്ട്പുട്ടിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നു. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം മോർ ദാൻ ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിൽ കൂടുതലായ മാറ്റം ഉണ്ടാക്കുന്നു എന്നാണ് ഏത് പറയുന്നത്? ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ 10% മാറ്റം ഇൻപുട്ടിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ എത്ര മാറ്റം ഉണ്ടാകുന്നു? 10ൽ കൂടുതൽ ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് വെച്ചാൽ റിട്ടേൺ ടു സ്കെയിലിന് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷന് മൂന്ന് സ്റ്റേജുകളുണ്ട്, 3 തലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇൻക്രീസിങ് റിട്ടേൺസ് അല്ലെങ്കിൽ IRS എന്ന് പറയും. IRS ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. IRS എന്ന് വിളിക്കാം. ഇൻക്രീസിങ്, I എന്ന് വെച്ചാൽ ഇൻക്രീസിങ്, R എന്ന് വെച്ചാൽ റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ എസ് അവിടെ വരുന്നു. ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ. അത് എന്താണ് റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണ്? റിട്ടേൺ എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം പ്രൊഡക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നാണ്. ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുന്ന അവസ്ഥ എങ്ങനെയാണ്? ഒരു ഇൻപുട്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരു എക്സാമ്പിൾ രൂപത്തിൽ പറഞ്ഞാൽ 10% ഇൻപുട്ടിൽ മാറ്റം ഉണ്ടാകുമ്പോൾ 10ൽ കൂടുതൽ ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വിളിക്കുക. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വിളിക്കുക. ഇനി രണ്ടാമത്തെ ഘട്ടത്തിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺസ് പറയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടമാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് അതിന് വിളിക്കുന്ന പേരാണ് CRS, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ? കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ സ്ഥിരമായി നിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റമില്ലാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. കോൺസ്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മാറ്റമില്ലാത്ത അവസ്ഥ എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? ചേഞ്ച് ഇൻ ഇൻപുട്ട് കോസസ് കാരണമാകുന്നു. കോസസ് നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല. നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ചേഞ്ച് ഇൻ ഇൻപുട്ടിൽ കോസസ് നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം, നിവേശങ്ങളിലുള്ള മാറ്റം ഔട്ട്പുട്ടിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. ഈ ഒരു സ്റ്റേജിനെ നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ അഥവാ CRS എന്ന് വിളിക്കുക. CRS. അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻപുട്ടിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ, 10% ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ഇൻപുട്ട് 10% ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ എത്ര മാറ്റം ഉണ്ടാകുന്നു? ഔട്ട്പുട്ടിൽ മാറ്റമില്ലാതെ 10% മാത്രമേ മാറ്റം ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ഇതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ഭാഗം നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഘട്ടം. ഏതിന്റെ ഘട്ടം? ഈ തിയറിയുടെ മൂന്നാം ഘട്ടമാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിൽ. അതിനെ വിളിക്കുന്ന പേരാണ് DRS, ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. അതായത് ഡിമിനിഷിംഗ് എന്ന വാക്കിന്റെ അർത്ഥം കുറഞ്ഞു വരുന്ന, റിട്ടേൺസ് കുറഞ്ഞു വരുന്ന സ്കെയിൽ എന്ന് വെച്ചാൽ രീതി, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് എന്ന് വെച്ചാൽ കുറഞ്ഞു വരിക എന്നാണ് അർത്ഥം. റിട്ടേൺസ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ്, ഉൽപ്പന്നം കുറഞ്ഞു വരുന്ന രീതി. അതെന്താണ്? ഇൻപുട്ടിലും അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് സാറിന് ചോദ്യം വരാം. അപ്പോൾ എന്താണ് ഡിമിനിഷിംഗ് റിട്ടേൺസ്? അതായത് ഇൻപുട്ടിൽ മാറ്റം ഉണ്ടാകുമ്പോൾ, ഇൻപുട്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ചേഞ്ച് ഇൻ ഇൻപുട്ടിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ ലെസ് ദാൻ മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് ലെസ് ദാൻ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് ലെസ് ദാൻ ചേഞ്ച് ആണ് ഉണ്ടാക്കുക, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്.
ഔട്ട്പുട്ട് ഇൻപുട്ടിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ, നിവേശങ്ങളിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ വളരെ കുറവ് മാറ്റമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് 10% ഇൻപുട്ടിൽ മാറ്റം ഉണ്ടാകുമ്പോൾ, ഇൻപുട്ട് 10% കൂടുമ്പോൾ 10% താഴെ മാത്രമേ, ലെസ് ദാൻ 10% താഴെ, ലെസ് ദാൻ 10% മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ, ഈ ഡിമിനിഷൻ റിട്ടേൺസിൽ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ തിയറിയിൽ പഠിക്കുക. അപ്പോൾ ഇതാണ് ഈ തിയറി. ഈ തിയറിയുടെ അടിസ്ഥാനം ഇതാണ്. വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ 2 പരീക്ഷകളും തുടർച്ചയായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ചോദ്യമാണിത്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കണം. 3 സ്റ്റേജുകളാണ് തിയറിക്കുള്ളത്. ആ തിയറിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ തിയറിയെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ഷോർട്ട് റൺ തിയറിയെ കുറിച്ച് പഠിച്ചു. ഷോർട്ട് റൺ തിയറിയുടെ എക്സാമ്പിളാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോങ് റൺ തിയറിയെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കുകയാണ്. റിട്ടേൺ ടു സ്കെയിൽ എന്ന് വെച്ചാൽ ലോങ് റൺ തിയറി, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഒരു ഉദാഹരണമാണ്. അതിന് 3 സ്റ്റേജുകളുണ്ട്. ഒന്ന് ഫസ്റ്റ് സ്റ്റേജാണ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ, സെക്കൻഡ് സ്റ്റേജാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, തേർഡ് സ്റ്റേജാണ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. അതായത് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ നമ്മൾ എന്ത് സംഭവിക്കുകയാണ്, ഇൻപുട്ടിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ 10ൽ കൂടുതൽ മാറ്റം ഉണ്ടാകുന്നു. കിട്ടിയോ? അടുത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസിൽ എന്താ സംഭവിക്കുക, ഇൻപുട്ടിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ സമമായ 10% മാത്രം മാറ്റമേ ഉണ്ടാകുന്നുള്ളൂ. ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ ഇൻപുട്ടിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ 10ൽ കുറവ് മാറ്റമേ ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ സംഭവിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഡയഗ്രാം, ഇതിൻ്റെ ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ഈ ഡയഗ്രാം ചോദിക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷേ മറ്റു ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആസ് യു നോ, എക്സ് അക്ഷവും വൈ അക്ഷവും നമ്മൾ വരയ്ക്കണം അല്ലേ. എക്സ് അക്ഷവും വൈ അക്ഷവും ഡയഗ്രാമുകൾ വരയ്ക്കുമ്പോൾ വരയ്ക്കണം. പിന്നെ ഇവിടെ 0 അടയാളപ്പെടുത്തണം. പിന്നെ ഇവിടെ എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തുന്നത് റേറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ നിരക്ക്, റേറ്റ് ഓഫ് ഔട്ട്പുട്ട് അഥവാ ഔട്ട്പുട്ട് ഉൽപ്പന്നത്തിന് നിരക്ക് എന്ന് ഇവിടെ അടയാളപ്പെടുത്തണം. വൈ അക്ഷത്തിൽ മാർജിനൽ റിട്ടേൺസ് എന്ന് അടയാളപ്പെടുത്തണം. മാർജിനൽ റിട്ടേൺസ് എന്ന് ഇവിടെ അടയാളപ്പെടുത്തണം. മാർജിനൽ റിട്ടേൺസ് RETURNS റിട്ടേൺസ് എന്ന് അടയാളപ്പെടുത്തണം. ഇത്രയും അടയാളപ്പെടുത്തി മനസ്സിലായോ? ഇനി നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് ഡയഗ്രാം വരയ്ക്കാൻ ഒന്നും ചിന്തിക്കില്ല. ഒരു കസേര കമത്തി വെച്ചതുപോലെ ഒരു കസേര, നമ്മൾ ഇരിക്കുന്ന പഴയ കാലത്ത് സ്റ്റൂളില്ലേ, ഇതുപോലത്തെ സ്റ്റൂള് ഇങ്ങനെ നമ്മൾ മറച്ചിട്ട പോലെ ഒരു ഡയഗ്രാം, അല്ലെങ്കിൽ ഒരു സ്റ്റൂള് വരയ്ക്കുന്ന പോലെ നമ്മളൊരു ചിത്രം വരയ്ക്കുക. ഇത്രയാണ് ഈ ഡയഗ്രാം. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാവും. ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അടയാളപ്പെടുന്നു. എന്ത് അടയാളപ്പെടുന്നു? ഇവിടം തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് ഇവിടം വരെ A to B എന്നും, ഇവിടെ തൊട്ട് ഇവിടം വരെ BC എന്നും, അടുത്ത് ഇവിടം തൊട്ട് ഇവിടം വരെ D എന്നും അടയാളപ്പെടുന്നു. ഇത്രയും അടയാളപ്പെടുത്തി. ഇനി എന്താണ് ഒന്നാമത്തെ സ്റ്റേജ്? ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഈ തിയറിയുടെ ഒന്നാമത്തെ സ്റ്റേജാണ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എവിടെയായിരിക്കും വരിക? ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. A to B ആണോ വരിക, B to C ആണോ വരിക, C to D ആണോ വരിക? എവിടെ വരിക? A to B ആണല്ലേ. ഇവിടെ നിന്നല്ലേ മുകളിലോട്ട് പോകുന്നത്. ഇൻക്രീസിംഗ് മുകളിലോട്ട് പോകല്ലേ. ഈ സ്റ്റേജിനാണ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സ്റ്റേജിനാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് വിളിക്കുക. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വിളിക്കാം. ഇനി അടുത്ത സ്റ്റേജാണ് കോൺസ്റ്റന്റ് സമമായ തുല്യമായ ഒരേപോലെയുള്ള, അതാണ് B to C കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. പിന്നെ അടുത്ത ഏതാണ്? ഡിമിനിഷിംഗ് റിട്ടേൺസ്, താഴോട്ട് വരുന്ന, കുറഞ്ഞു വരുന്ന. C to D ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. മനസ്സിലായോ? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതൊക്കെ എന്ത്, ഇതിലും എത്രയോ കടമ്പുകൾ ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. നിങ്ങൾ പറയാൻ പറ്റും. ഇത് സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് ഈ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഡയഗ്രാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് ഉറപ്പാക്കാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ചോദിക്കുക. എല്ലാവരും വീഡിയോ കാണുക.